ഹായ് ഓൾ, നമുക്ക് നമ്മുടെ ജൂലൈ 8-ന് LSTD AE എക്സാം ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ഫുൾ മന്ത്, അതായത് ജൂൺ ഫുൾ മന്ത് വരും. അതിനകത്ത് നമുക്ക് 2 എക്സാംസ് എഴുതാനുണ്ട്. ആ 2 എക്സാംസിന് നമുക്ക് അത്യാവശ്യം പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ആൻഡ് 2 എക്സാംസും നമ്മുടെ പ്രിപ്പറേഷൻ ലെവൽ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം AE എക്സാം അല്ലേ. അപ്പം അങ്ങനെ ഒരു കാര്യവും കൂടിയുണ്ട്. പിന്നെ നമുക്കിപ്പം മെയ് മന്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് ആവാൻ പോവുകയാണ് അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒരു 2 months പിടിച്ചാൽ മതി. 2 monthsനുള്ളിൽ, അതായത് 60 daysനുള്ളിൽ LSTD AE നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബിഗിനർ എന്ന രീതിയിൽ LSTD എക്സാം ആദ്യം തൊട്ട് കോൺസെപ്റ്റ് പഠിച്ച് അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരിക എന്നുള്ളത് ഈ 2 മാസം കൊണ്ട് സത്യം പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. നിങ്ങൾക്ക് പറ്റത്തില്ല. നമുക്കൊരു കോൺസെപ്റ്റ് ഒക്കെ ഗ്രാബ് ചെയ്തെടുക്കാമെങ്കിലും ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്ത് റിവിഷനും നടത്തി നമുക്ക് ഫുള്ള്, അതായത് AE ലെവൽ പോലെയുള്ള ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, നമ്മുടെ ഫുൾ എഫേർട്ടും ഫസ്റ്റ് ഗ്രേഡ് ലെവലിൽ കൊണ്ടുവന്ന് എക്സാമിന് കയറാനായിട്ട് പറ്റും. പക്ഷേ AE ലെവൽ പുതിയതായിട്ട് നോക്കുക എന്നുള്ളത് ഈ ഒരു സമയത്ത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ച് കുറച്ചൊരു 50% ഒക്കെ കവർ ചെയ്ത ആൾക്കാരാണെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ദാറ്റ് പഠിച്ചത് റിവൈസ് ചെയ്യുക, പുതിയ ടോപ്പിക്സ് നോക്കി ക്വസ്റ്റ്യൻസോട് ചെയ്തു പോവാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എഫക്റ്റീവായി എന്ത് പഠിച്ചാൽ, എങ്ങനെ പഠിച്ചാൽ നമുക്ക് LSTD AE എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് വീഡിയോ ഇസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. ഒരിക്കലും ബിഗിനേഴ്സ് ഈ വീഡിയോ വെച്ചിട്ട് ഈ ഒരു സ്ട്രാറ്റജി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അതെല്ലാം ഫേക്ക് ആണെന്നുള്ള കാര്യത്തിൽ കാണുന്നവർക്കെല്ലാം മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പറേഷൻ LSTD AE നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ടേ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ. അവർ മാത്രമായിരിക്കും ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സക്സീഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ ഈ സിലബസ് ഉണ്ട്, സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണ്, സ്ട്രോങ് പോയിന്റ് ഏതാണ്, വാട്ട് ഈസ് യുവർ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ. നിങ്ങളുടെ വീക്ക് പോയിന്റ് അല്ലെങ്കിൽ വീക്ക് സബ്ജക്ട്സ് ആണോ കൂടുതൽ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രോങ് സബ്ജക്ട്സ് ആണോ? ഇതിനകത്ത് നമുക്ക് നിർബന്ധമായും പറയാൻ പറ്റുന്ന 1-2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കണ്ട എന്ന് ഞാൻ പറയുന്ന കുറച്ച് ടോപ്പിക്സ് പറയാം. urban പ്ലാനിങ്, ഡോഗ് ഹാർബർ ആൻഡ് ടണൽ എഞ്ചിനീയറിംഗ്, എയർപോർട്ട് എഞ്ചിനീയറിംഗ്. ഈ 3 ടോപ്പിക്സും ഇപ്പം തൽക്കാലം നിങ്ങൾ ധൃതി പിടിച്ച് നോക്കണ്ട. നിങ്ങളതൊരു ജൂൺ ലാസ്റ്റ് നിങ്ങളുടെ ഓവർസിയർ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇത് 3ഉം ഇപ്പം നിങ്ങൾ ധൃതി പിടിച്ച് ഓടി പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് മാറ്റി വെച്ചോളൂ. അത് എക്സാമിൻ്റെ സമയത്ത് നോക്കിയാൽ നമുക്ക് പഠിച്ച് നമുക്ക് ആ ഒരു 1-2 മാർക്ക് വീതം ഒരു 4-5 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ളൂ, അത് കിട്ടും. പക്ഷേ ഇപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആൾ ആരാണ്, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട 4-5 സബ്ജക്ട്സ് ഉണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അതിലൊരാൾ RCC ആണ്. പിന്നെ രണ്ടാമതുള്ള ആൾ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, കോൺക്രീറ്റ് ടെക്നോളജി ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ആണ്. ഈ സബ്ജക്റ്റ് എന്തായാലും നിങ്ങൾ ഓൾറെഡി ഓവർസിയർ ലെവലിൽ പഠിക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് ഈ സബ്ജക്റ്റിന് വേണ്ടി അധികം സമയം നിങ്ങൾക്ക് ഇനി കളയണ്ട. ആൻഡ് അതുകൊണ്ട് തന്നെ അത് റിവിഷന് വേണ്ടി മാത്രം, റിവിഷൻ ടൈമും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം ഈ സബ്ജക്ട്സിനെ ഉപയോഗപ്പെടുത്തുക. പിന്നീടുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഈ സബ്ജക്ട്സ് ഇത്രയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് വരത്തില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ്ലി ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഫോളോ ചെയ്ത് അതിൻ്റെ റിവിഷനും നടത്തി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത്, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ലെവൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. വേറെ സ്റ്റേറ്റിൻ്റെ PSC ക്വസ്റ്റ്യൻസ് നോക്കുക, പിന്നെ ESC പ്രിലിംസിലേക്ക് വരാം. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റ്ലി പോയി ESC പ്രിലിംസിലെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കരുത്. ഉള്ള കോൺഫിഡൻസ് കൂടി പോവും. ഒരുപാട് പേരും ആ ഒരു ഫീഡ്ബാക്ക് പറയുന്നുണ്ട്, ESC പ്രിലിംസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു സ്റ്റേറ്റിൻ്റെ PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഒന്ന് തഴക്കം വന്നതിന് ശേഷമാണ് നമ്മൾ ESC PYQസിലേക്ക് വരുന്നത്. പിന്നെ നിങ്ങളുടെ യൂത്ത് കോമ്പറ്റീഷൻ ബുക്സിൽ വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അതിനകത്ത് തന്നെ നമുക്ക് ESCയുടെ കുറച്ച് ക്വസ്റ്റ്യൻസും കിട്ടും. പിന്നെ ESCയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കുറച്ചുകൂടെ ലെവൽ കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് അടുത്ത സ്റ്റേജിലാണ്. ആൻഡ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഫൈനൽ സ്റ്റേജാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് കാണേണ്ട ഒരു വീഡിയോ അല്ല ഇതെന്നുള്ളത്. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി. ബിക്കോസ് നമ്മുടെ ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ESCയുടെ പ്രിലിംസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടത്. പിന്നെ നിങ്ങൾക്കറിയാം ESCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ എത്തിക്സ് ഇൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പോലെയുള്ള തിയറി കുറച്ച് വായിക്കേണ്ട ബുക്കും അതുപോലെ തന്നെ കുറച്ച് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. നമ്മുടെ എൻട്രിയുടെ കോഴ്സസിൽ നമ്മൾ അതെല്ലാം കവർ ചെയ്താണ് റിവിഷൻ ക്ലാസ്സസും നോർമൽ ക്ലാസ്സസും കൊണ്ടുപോകുന്നത്. സോ അത് പഠിച്ചാൽ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പർ അത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ. പിന്നെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതല്ല,
പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞ പേപ്പേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ചോദ്യങ്ങളും ഈ പോർഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ടെക്നോളജി, അതായത് കോൺക്രീറ്റ് ടെക്നോളജി അടങ്ങുന്ന കൺസ്ട്രക്ഷൻ ടെക്നോളജി, റിപ്പയർ, റീഹാബിലിറ്റേഷൻ തുടങ്ങിയ ടോപ്പിക്സ് നമുക്ക് മാർക്സ് മിസ് ഔട്ട് ആക്കാൻ പാടില്ല അല്ലേ. അതുകൊണ്ടാണ് ഞാനിത് മെൻഷൻ ചെയ്ത് പറയുന്നത്. എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നിർബന്ധമായും 20 മാർക്ക് നമുക്ക് വേണം, കിട്ടിയേ പറ്റൂ, പഠിച്ചേ പറ്റൂ. പിന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും സ്ട്രക്ചറൽ അനാലിസിസും പിന്നെ RCC ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവരെ ഒന്നും മിസ് ഔട്ട് ആക്കാതെ ഇന്ന് തന്നെ ചിട്ടയായി പഠിക്കണം. മിനിമം ഒരു 7 മണിക്കൂർ ദിവസം, 6 മുതൽ ശരിക്കും പറഞ്ഞാൽ 5 മുതൽ 7 മണിക്കൂർ പഠിക്കുക. ഡിപ്പെൻസ് അപ്പോൺ യുവർ കാലിബർ, നിങ്ങൾക്ക് ഏത് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളത് വെച്ചിട്ട്. ഇതിനകത്ത് 1 അവർ നിർബന്ധമായും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഈ 1 അവർ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടേബിളിൽ ബുക്സ് പാടില്ല, വേറെ ഒന്നും പാടില്ല. ജസ്റ്റ് പെന്നും പേപ്പറും, OMR ഷീറ്റിൽ ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്. OMR ഷീറ്റും പേപ്പറും പെന്നും അതിൻ്റെ കൂടെ ഒരു ടൈമറും വെക്കുക. അതായത് ഈ 60 മിനിറ്റിനുള്ളിൽ നിങ്ങളവിടെ ക്ലോസ് ചെയ്യുക. നിങ്ങളല്ലാതെ നിങ്ങളുടെ റിലാക്സിങ് മോഡിൽ ഇരുന്ന് എഴുതരുത്. ഈ 60 മിനിറ്റ് കൊണ്ട് ഏത് ടോപ്പിക് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, 60 ക്വസ്റ്റ്യൻ റാൻഡംലി പിക്ക് ചെയ്ത് തന്നെ ചെയ്യണം. ഈ 60 മിനിറ്റിനുള്ളിൽ ഹൗ മച്ച് ക്വസ്റ്റ്യൻസ് യു ക്യാൻ അറ്റൻഡ് അത് നിങ്ങൾ നോക്കുക. നിങ്ങൾ 40 ആണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് 50 കൊണ്ടുവരണം. അതായത് ഈ 60 ദിവസവും ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കംപ്ലീറ്റ്ലി നിങ്ങൾ വെച്ചേ പറ്റൂ. അതിനകത്ത് ഒരു കോംപ്രമൈസും പാടില്ല. നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായി മാറും. അതുപോലെ തന്നെ റിവിഷനും സമയം കണ്ടെത്തണം. നമ്മൾ വെറുതെ ഇരിക്കുന്ന, അതായത് നമ്മൾ റെസ്റ്റ് ടൈം, നമ്മൾ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഫോൺ യൂസേജ് ഒക്കെ ഇനി കുറയ്ക്കേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങൾ ഇനി ഒരു 2 മാസം ഉള്ള ഒരു സാക്രിഫൈസ് ആയിട്ടൊന്നും പറയാനില്ല. അതൊക്കെ നിങ്ങളുടെ ലക്ഷറിയാണ്. ആ ലക്ഷറി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് സെറ്റാണ്. ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരാളായി മാറുക എന്നുള്ളതല്ല, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ 2 അക്കമുള്ള ഒരു റാങ്ക് നേടി ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആൻഡ് ഈ ടാർഗറ്റിന് വേണ്ടി നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 60 ദിവസവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ എന്ത് ഡൗട്ട്സും എന്ത് ക്വയറീസും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് us. ഓക്കെ, അപ്പം നമ്മുടെ LSTD AE എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് ആയിരിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ എഫക്റ്റീവായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.